ഹലോ, ഇന്ന് നല്ല മഴയാണ്. പക്കവട ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് കുത്തിച്ചതച്ച് നല്ലോണം ചതച്ച് കുറച്ച് സബോളയുണ്ടല്ലോ, ഉള്ളി കരിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മസാലയിലല്ലോ മല്ലിയിലൊക്കെ ഇട്ട് അതിലിട്ട ശേഷം കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ കടലമാവ് ഇട്ട ആവശ്യത്തിന് കുറച്ച് ഗരം മസാലയൊക്കെ അതിൽ ചേർത്ത് ഗരം മസാല ചേർത്തതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല, നല്ല ടേസ്റ്റ് വേണ്ടേ, ചിക്കൻ മസാലയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാ സാധനവും കൂടി ഇവിടെ ചേർത്ത് ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് അടിപൊളിയാക്കി എടുക്കും. അതന്നെ ഒരു രസമായില്ലേ, കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ, അടിപൊളിയല്ലേ. അതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുഴച്ച് വെച്ചാണ് സാധനം ഉണ്ടല്ലോ അത് ഇത്തിരി എടുത്തിടുക. കണ്ണൂരൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഞാനിത് കഴിച്ചാണ്. പക്കാവട എന്നാണ് എൻ്റെ പേര്, പക്കാവട. ഇതാണ് നമ്മുടെ കഥാനായകൻ കേട്ടോ, അഭിലാഷ്. ഇങ്ങനെ സാധനം വന്നുകൊണ്ടിരിക്കണം. വെന്തു മക്കളെ, വെന്തു ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട്. ഒരു കഷ്ണം എടുത്ത് തൂത്തോട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടുകൂടി തരുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇനി മുളക് ബജി ഉണ്ടാക്കാനുള്ള പരിപാടി. മുളകൊക്കെ എടുത്തു വട്ട അരിഞ്ഞ് പഴയ പോലെ തന്നെ കുറേ മസാലയൊക്കെ ആക്കി അതിനകത്ത് എണ്ണയിലിട്ട് മുളക് ബജി. നെക്സ്റ്റ് മുളക് ബജി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ ഈ മുളക് ബജിയൊക്കെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴേ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ. മുളകൊക്കെ വെന്തു. നമ്മുടെ ഇതിന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി സബോളയൊക്കെ ഇട്ട് ടേസ്റ്റായിട്ട്. ഇത് നമ്മുടെ ബെട്ടാ ബോസ് സുമേഷ് ഏട്ടൻ പിന്നെ കൊണ്ടുവച്ച് ഒരു സിനിമ കണ്ടിങ്ങനെ ഓരോന്ന് കഴിച്ചിരിക്കണ്ട. അപ്പം ഞാൻ അഭിപ്രായം പറയണം. കൊള്ളാം, അടിപൊളിയുണ്ട്, സൂപ്പർ.